ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. 7 മണിയായി. അപ്പോൾ ഇന്നെന്തായാലും എന്തുണ്ട്? ഓക്കെ, അപ്പോൾ ഇന്നെന്തായാലും ഈ നമ്മുടെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് എന്താ, നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ നമ്മുടെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് എന്താണ്, നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണ ആൾക്ക് എന്ത് ക്യാഷ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ലൈവ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ആ ലൈവ് ഷെയർ ചെയ്യുക. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. ശരിക്കും 10ാം ക്ലാസ്സിലുള്ള എല്ലാ ചാപ്റ്ററും വളരെ എളുപ്പമാണ്. മാത്തമാറ്റിക്സ് വളരെ എളുപ്പമാണ്. കാരണം എന്താ, ഞാൻ എടുക്കുന്നത് ഒന്നാമത്തെ കേസ് ഞാൻ എടുക്കുന്നത്. രണ്ടാമത്തെ കേസ് എന്താ, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. രണ്ടാമത്തെ ഒരു കേസ് ഇല്ല, കാരണം ഒന്നാമത്തെ കേസ് ഞാൻ എടുക്കണേല്ലോ. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് ചാടാം. ഓക്കെ, ട്രിഗണോമെട്രി അല്ലേ, നിങ്ങളൊരു പാട്ടൊക്കെ ഉണ്ടാവും, ത്രികോണ മധ്യേ അല്ലേ, മൂലബിന്ദു കുടുങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് ആ പാട്ട്. ഓക്കെ, അതിൽ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താ, ആക്ച്വലി ഒരു പോളിഗണാണ്, ബഹുഭുജമാണ് അല്ലേ. ബഹുഭുജം എന്ന് പറഞ്ഞാൽ എന്താ, മൾട്ടിപ്പിൾ സൈഡ്സ് ഉള്ള ഒരു ഷേപ്പ്, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഫിഗറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പോളിഗൺ അഥവാ ബഹുഭുജം എന്ന് വിളിക്കുക. ഞാൻ ഇതൊക്കെ എന്തിനാ പറയണതെന്ന് നിങ്ങൾ ആലോചിക്കേണ്ട. അതായത് ഞാൻ ആദ്യത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് എടുത്തപ്പം മുതൽ നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ ഏത് ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങിയാലും ഒരു ടെക്സ്റ്റ് തുറന്നാലും, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 7 ചാപ്റ്ററാണുള്ളത് പാർട്ട് 1 അല്ലേ. അപ്പോൾ ആ ചാപ്റ്ററിനെ കുറിച്ച് ഒരു അടിസ്ഥാനമായിട്ടുള്ളൊരു ബോധം അല്ലേ, ഒരു മൂള എന്നൊക്കെ പറയും നമ്മൾ, അത് വേണം. എത്ര ചാപ്റ്റർ ഉണ്ടെന്നുള്ളത്, ഓരോ ചാപ്റ്ററിൻ്റെ പേരും അറിഞ്ഞിരിക്കുക. ആ ചാപ്റ്ററിൽ എന്താണ് ഡീല് ചെയ്യുന്നത് എന്ന് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. കാരണം അത് നമ്മുടെ മൈൻഡ് അങ്ങനെ തന്നെ നേരത്തെ തന്നെ പ്രിപ്പയർഡ് ആവും. എന്താണ്, ഓക്കെ, ഈ ചാപ്റ്ററിൽ ഇത്ര കാര്യങ്ങളുണ്ട്. മനസ്സിലായോ? അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിൽ വളരെ ചെറിയ കാര്യം ഉണ്ടായിരുന്നു. അരിത്തമെറ്റിക് സീക്വൻസിൽ അവിടെ നമ്മൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ അടുത്ത ചാപ്റ്ററിൽ കയറി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ലൈവിലായിരുന്നു അത്, റെക്കോർഡ് ക്ലാസ് ഇല്ല. ഇപ്പോൾ ഇതിൽ അടുത്തൊരു പുതിയതായിട്ടുള്ളൊരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രി അല്ലേ. ട്രിഗണോമെട്രി അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഈ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു 4 ടോപ്പിക്സ് ഉള്ളൂ. വളരെ എളുപ്പമാണ്. അത് ആ ചാപ്റ്ററിനാണ് അവസാനിക്കും. നമുക്ക് ഒരു 2 ലൈവിൽ അത് തീർക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെയും കൂടി നിങ്ങൾ വരണയാണെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷെ നാളെ നിങ്ങൾ വരണം, എന്നാലാണ് എനിക്ക് എന്തുണ്ടാവുള്ളൂ, ഉഷാറുണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ലൈവിൽ വരാം, എന്ത് ചെയ്യുക, ആൻസറുകൾ പറയാ കമൻറ്റിലൂടെ. ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പൈസ തരും. പൈസ എന്നറിയാലോ, നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരുപാട് പേര് മന്തി കഴിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം ഒരുപാട് പേര് ഉത്തരവൊക്കെ പറഞ്ഞിരുന്നു. മനസ്സിലായോ? അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ഡയലോഗ് അടിച്ചെന്തിനാ, നമ്മൾ പഠിക്കാൻ പോണ ഒരു പുതിയ ഫ്രഷ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ആ ഫ്രഷ് ആയിട്ടുള്ള ചാപ്റ്ററിൽ നിങ്ങളുടെ ഫുൾ മൂളെ ഉപയോഗിക്കുക, ഫുൾ തലയും വളരെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം അല്ലേ. ഇതിൽ നിങ്ങൾക്ക് 4 ടോപ്പിക്കുകളാണ് വരുന്നത്. ഫസ്റ്റ് ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ആംഗിൾസ് ആൻഡ് സൈഡാണ്. എന്താണ് ആംഗിൾസ് ആൻഡ് സൈഡ്? പിന്നെന്താ, മെഷർമെൻറ്റ് ഓഫ് ആംഗിൾ. പിന്നെന്താ, ഒരു ട്രയാങ്കിളിലെ ആംഗിളുകൾ മെഷർ ചെയ്യുക. മൂന്നാമത്തെ എന്താ, ട്രയാങ്കിളുകളും സർക്കിളെ കുറിച്ചിട്ടുള്ള ബോധം. അതല്ല ഹെഡിങ് ഇതാണ്, ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾസ്. അതിനെക്കുറിച്ചുള്ളൊരു ബോധം വേണം. പിന്നെ ഉള്ളത് ആംഗിൾ ഓഫ് ഇലവേഷൻ ആൻഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അത് കഴിഞ്ഞാൽ എന്തായി, ട്രിഗണോമെട്രി കഴിഞ്ഞു. അപ്പോൾ ഈ ചാപ്റ്റർ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ +1 +2 കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, മനസ്സിരുത്തി സമാധാനത്തോടു കൂടി സാവധാനത്തോടു കൂടി എന്ത് ചെയ്യുക, ചാപ്റ്റർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കേസ്. പിന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് വരുന്നത്, പൈസയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സാറ് എഴുതിയേക്കണത് അല്ലേ. ചാപ്റ്റർ 6 ട്രിഗണോമെട്രി അല്ലേ. നമുക്ക് നോക്കി ട്രിഗണോമെട്രി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്. ഞാൻ പാട്ട് പറഞ്ഞു, ത്രികോണ മധ്യേ അല്ലേ, പിന്നെ മൂലബിന്ദു കുടുങ്ങി എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പാട്ടാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടാണ്. അപ്പം എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ട്രിഗോണോ എന്ന് ഉദ്ദേശിക്കുന്ന ട്രിഗോണോ നമുക്കൊന്ന് എന്താ, ട്രൈ എന്നാൽ എന്താണ്, 3 എന്നാണ്. എന്താണ് ട്രൈ എന്നാൽ 3 ആണ്. ഇനി ഗുണോ എന്നാൽ എന്താണ്, ഗുണോ എന്നാൽ ആംഗിൾസ് ആണ്. എന്താണ്, ആംഗിൾസ്. ഇനി മെട്രി എന്താണ്, മെട്രി ഞാൻ ജസ്റ്റ് എഴുതണം കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. മനസ്സിലായോ? മെട്രി എന്ന് പറഞ്ഞാൽ എന്താ, മെഷർമെൻ്റ് ആണ്.
അല്ലേ? ആക്ച്വലി ഇതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും ഡീൽ ചെയ്യുന്നത് ട്രിഗണോമെട്രി, അതായത് 3 ആംഗിളുകളുള്ള ഒരു പോളിഗണായ ട്രയാങ്കിളെ കുറിച്ചിട്ടാണ്. അതാണ് പറയുന്നത്. 3 എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിളാണ് അല്ലേ? 3 ആംഗിളും ഉണ്ട്, 3 സൈഡും ഉണ്ട്, അന്നേരം ട്രയാങ്കിൾ ആവുള്ളൂ. പിന്നെന്താണ്? അതിൻ്റെ ആംഗിളുകളും സൈഡുകളും തമ്മിലുള്ള മെഷർമെൻറ്റ്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് നമ്മുടെ ടോപ്പിക് അതാണ്, ആംഗിൾസ് ആൻഡ് സൈഡ്സ് ആണ്. കാരണം എന്താ? ഈ 3 ആംഗിളുകളും 3 സൈഡുകളും കുറിച്ചിട്ടാണ് നമ്മൾ ട്രയാങ്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇന്ന് ആൾക്കാർ കുറവാണോ എന്ന് വെച്ചാൽ കുറവല്ല, എന്നാലും കൂടുതലല്ല. അതുകൊണ്ട് തന്നെ സാറിന് ഒരു ഉഷാറില്ല. കാരണം എൻ്റെ ഉഷാറ് നിങ്ങളാണ്. നിങ്ങളില്ലെങ്കിൽ ഉഷാറില്ല, ഞാനില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ഞാനുണ്ടാവും. എന്ത്? ഉഷാർ. എന്തായാലും ആൾക്കാർ ഉണ്ട്, കുഴപ്പമില്ല. സാറിന് കുഴപ്പമൊന്നുമില്ല. ഹർഷ എന്നോട് ഹായ് പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട് ഹർഷ. കാരണം ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് ഹായ് പറയണത് ഇന്ന് 7 മണിക്ക് ശേഷം. എന്തായാലും സന്തോഷം സാറിന്. ഓക്കെ, ഹർഷ വളരെ അധികം കേട്ടിരിക്കുക കേട്ടോ കാര്യം എന്താ പറയുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് അല്ലേ? ചാപ്റ്റർ ഇതാണ്, 3 ആംഗിളുകൾ കുറിച്ചിട്ടുള്ള ഒരു പോളിഗണായ ട്രയാങ്കിളെ കുറിച്ചിട്ടാണ് ചർച്ച. ചർച്ചയിലേക്ക് കടക്കാം. ചർച്ചയിലേക്ക് പോകാം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ? ഓക്കെ, നോക്കിയേ. ഇനി സാറിനോട് ഇടയ്ക്ക് ഹായ് ഒക്കെ പറയണം, അല്ലെങ്കിൽ സാർ ഉറങ്ങിപ്പോവും. മനസ്സിലായോ? അടുത്ത ശ്രേയാസ് ഹായ് ശ്രേയാസ്. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കിയേ, അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഞാനൊരു ട്രയാങ്കിൾ വരക്കുന്നു. എന്താണ്? ഞാനൊരു ട്രയാങ്കിൾ വരക്കുന്നു അല്ലേ? ഇതൊരു ട്രയാങ്കിളാണ്. ഇനി ഞാൻ വേറൊരു ട്രയാങ്കിൾ വരക്കുന്നു. ഇത് ട്രയാങ്കിളാണ്. നിങ്ങൾ നോക്കിയേ, ഇത് ട്രയാങ്കിൾ 1, ഇത് ട്രയാങ്കിൾ 2 അല്ലേ? 2 ട്രയാങ്കിളാണ്, പക്ഷേ രണ്ടും വേറെ ഷേപ്പിലാണെന്നുള്ളൂ. ട്രയാങ്കിൾ 3 ആംഗിൾ നോക്കിയേ, 3 ആംഗിൾ ഉണ്ട്, 3 സൈഡ് ഉണ്ട്. ഓക്കെ, 3 ആംഗിൾ ഉണ്ട്, 3 സൈഡ് ഉണ്ട് അല്ലേ? പക്ഷേ ഇവരുടെ ആ ഒരു ഷേപ്പ് നിങ്ങൾ മനസ്സിലായോ? ഷേപ്പ് വ്യത്യസ്തമായ ഒരു ഷേപ്പാണ്. രണ്ടും വ്യത്യസ്തമാണ്. അതിന് കാരണം എന്തായിരിക്കും? അതിന് കാരണം അവരുടെ ആംഗിളുകളാണ്. മനസ്സിലായോ അല്ലേ? ആംഗിളുകളുള്ള വ്യത്യാസമുണ്ട്. 2 കമ്പുകൾ നിങ്ങൾ ഇങ്ങനെ കൂട്ടിമുട്ടിച്ചാൽ അത് പല രീതിയിൽ നിങ്ങൾക്ക് ആക്കാൻ പറ്റും. കാരണം എന്താ? ഈ കമ്പുകൾ തമ്മിലുള്ള ആംഗിൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ കമ്പിന് എന്ത് പറ്റും? വ്യത്യാസം വരും അല്ലേ? ഓക്കെ, നിങ്ങൾ നോക്കിയേ, ഇതിന് ഞാൻ എന്ത് വിളിക്കുമെന്നറിയോ? ഇതിന് ഞാൻ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് വിളിക്കും. എന്താണ്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഞാൻ ട്രയാങ്കിൾ എന്ന് എഴുതണില്ല, പകരം ഞാൻ ഇത് ട്രയാങ്കിളിൻ്റെ ഷേപ്പ് വരും. എന്താണത്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. കാരണം എന്താണെന്നറിയോ? ഇതിനെന്തുകൊണ്ടാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയാൻ കാരണം? അല്ലേ, അത് റൈറ്റിലേക്ക് തിരിഞ്ഞിരിക്കണമെന്ന് കൊണ്ടാണോ? അല്ല, ഇതിന് ഒരു ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയാണ്. എന്താണ്? ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. അതുകൊണ്ടാണ് ഇതിനെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. എന്നാൽ ഇതിൽ 90 ഡിഗ്രി ആയിട്ടുള്ള ആംഗിൾ, ഈ ട്രയാങ്കിളിൽ 90 ഡിഗ്രി ആയിട്ടുള്ള ആംഗിൾ ഇല്ല. മനസ്സിലായോ? അപ്പോൾ എന്ത് വിളിക്കും? അതിന് അക്യൂട്ട് ട്രയാങ്കിൾ എന്നോ ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുക. അത് നിൽക്കട്ടെ, അത് നമ്മുടെ കേസല്ല. നമ്മൾ ഈ ചാപ്റ്റർ നിങ്ങൾ നോക്കിയാൽ മതി. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഈ ടൈപ്പ് ട്രയാങ്കിളെയാണ്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതായത് ട്രിഗണോമെട്രി വെച്ച് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളെയാണ്. അപ്പോൾ എന്താ, ഒരു കോമൺ മൂളയുള്ള ഒരാൾ ചോദിക്കും, സാറേ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ മാത്രമല്ലല്ലോ ട്രയാങ്കിൾ ആയിട്ടുള്ളത്, ഈ ടൈപ്പ് ട്രയാങ്കിളുകളില്ലേ? ചോദിക്കാം അല്ലേ? അപ്പോൾ എന്താണ്, നമ്മൾ ട്രിഗണോമെട്രി ബേസിക് ലെവലായിട്ടാണ് പഠിക്കുന്നത്. വളരെ ബേസിക് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? പഴയ ക്ലാസ്സുകളിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് ട്രിഗണോമെട്രി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, പേര് കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? ഈ 10th നിങ്ങൾ ട്രിഗണോമെട്രീനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ബേസിക്കിൽ നിന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളുടെ ഈ ചാപ്റ്ററിൽ മൊത്തം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുകളെ കുറിച്ച് ഡീൽ ചെയ്യുന്നത്. അതായത്
ഈ ട്രിഗണോമെട്രിക് കുറേ റേഷ്യോസ് ഉണ്ട്. റേഷ്യോ എന്ന് പറഞ്ഞാൽ ബൈ അല്ലേ, ഈസ് ടു എന്നുള്ളതാണ് അതിന് അർത്ഥം. അപ്പോൾ ഈ ട്രിഗണോമെട്രിക് റേഷ്യോ 6 ട്രിഗണോമെട്രിക് റേഷ്യോ ആണുള്ളത്. ഈ 6 ട്രിഗണോമെട്രിക് റേഷ്യോയും റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഈ സാധനത്തിനെ കുറിച്ചായിരിക്കും പറയുന്നത്. വേറെ ഈ ട്രയാങ്കിൾ അത്ര കാര്യമായിട്ട് വരില്ല എന്ന് പറഞ്ഞാൽ ഫിഗർ വരും, പക്ഷെ ഇതിൽ നിന്നധികം നമുക്ക് കാര്യമില്ല. ഇതിലെ ട്രിഗണോമെട്രി പഠിക്കുന്നത് എപ്പോഴാണെന്ന് അറിയോ? നിങ്ങൾ കുറച്ചും കൂടി വലുതാവുമ്പോൾ, ഇമ്മിണി വലുതാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഈ ട്രിഗണോമെട്രി ഇതിൽ അപ്ലൈ ചെയ്യണത്. മനസ്സിലായോ? സൈൻ കൊസൈൻ റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് അത്, നിങ്ങൾ കുറച്ചും കൂടി വലുതാവട്ടെ. അതിലും വലിയ ലെവലുണ്ട് ട്രിഗണോമെട്രി. നമ്മൾ എന്ത് ചെയ്യും, ഏത് ഷേപ്പിലും അപ്ലൈ ചെയ്യും ട്രിഗണോമെട്രി. അത് കുറച്ചും കൂടി ഹൈ ലെവലാണ്. ഇപ്പം നമ്മൾ ബിഗിനർ ലെവലിലാണ്. ബിഗിനർ ലെവലിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളുകളെ കുറിച്ചും, നമ്മൾ ഒരു അഡ്വാൻസ്ഡ് ലെവലാകുമ്പോൾ വലിയ ട്രയാങ്കിളുകളെ കുറിച്ചും, ഒരു മീഡിയേറ്റ് ആകുമ്പോൾ ഈ സാധനത്തിനെ കുറിച്ചും. മനസ്സിലായോ? അപ്പം നമ്മൾ മെയിനായിട്ടും ഇതാണ് ഡീൽ ചെയ്യുന്നത്. ഈ ട്രയാങ്കിളുകളെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. സാറേ എന്താന്ന് പറഞ്ഞോ KKUY പറഞ്ഞോ എന്താന്ന് വെച്ചാൽ പറഞ്ഞോ. ഡൗട്ടുകൾ ചോദിക്കണം. നിങ്ങൾ വളരെയധികം കേട്ടിരിക്കുക, എന്നിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗട്ടുകൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയേ. അപ്പോൾ ഇനി ആർക്കും ഈ ചാപ്റ്ററിൽ സംശയം വരും, സാറേ നമ്മൾ വേറെ ട്രയാങ്കിളാണോ പഠിച്ചത്, സാറെന്താ ഈ ചാപ്റ്ററിൽ ഒരേ ഷേപ്പുള്ള ട്രയാങ്കിളുകൾ മാത്രം വരയ്ക്കുന്ന, വേറെ ട്രയാങ്കിൾ വരക്കാത്ത എന്താ? കാരണം നമ്മൾ ബിഗിനേഴ്സാണ്. ബിഗിനേഴ്സിന് ഈ ട്രയാങ്കിൾ വെച്ചിട്ടുള്ള കളികൾ മതി. മനസ്സിലായോ? ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ചാപ്റ്ററിൽ അങ്ങനെ കാണുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അപ്പോൾ ആ സംശയം മാറി. ഇനി നിങ്ങളുടെ ചാപ്റ്ററിൽ ഫസ്റ്റ് രണ്ട് ഈ ആംഗിൾസ് ആൻഡ് സൈഡ്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ടോപ്പിക്കിൽ ആക്ച്വലി നിങ്ങൾക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നുണ്ട്. 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് നിങ്ങളുടെ ആ ആംഗിൾസ് ആൻഡ് സൈഡ്സ് എന്ന ട്രിഗണോമെട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് പറയുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റുകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, കണ്ടോ, ഞാൻ നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കിയൊരു ഇമേജാണ്, നിങ്ങൾക്ക് ഒരു കാണാൻ ഒരു രസത്തിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഇമേജാണ്. ഇതെന്താണ്? ഇതാരാണ്? ഇത് എൻ്റെ ആരുമല്ല, ഒരു സ്ത്രീയാണ് അല്ലേ? നോക്കിയേ, ഒരു ലേഡി. ഈ ലേഡി ആക്ച്വലി ഇങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്താണ്, നമുക്ക് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഈ മരത്തിൻ്റെ ഹൈറ്റ് കണക്കാക്കണേണ്. പക്ഷെ അത് 3 ഡയമെൻഷൻ ആയാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ആക്ച്വലി എന്താണ്, ഒരു ഡിവൈസ് വെച്ചിട്ട് എന്താണ് ഈ ലേഡി എന്ത് ചെയ്യണേണ്, ഈ മരത്തിൻ്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണേണ്. മനസ്സിലായോ? ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണേണ്. അപ്പോൾ ഈ സാധനം എന്താണ്, ഇതിനാണ് ക്ലിനോമീറ്റർ എന്ന് പറയാം. എന്താണ്? ഇതിനാണ് ക്ലിനോമീറ്റർ എന്ന് പറയാം. ക്ലിനോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ആംഗിളുകൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ? ഞാൻ ക്ലിനോമീറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ വെച്ചിട്ട്. എന്താണ് അത്? എന്താ, പ്രൊട്രാക്ടറൊക്കെ പോലത്തെ ഒരു സാധനമാണ്. അതിലേക്ക് നമ്മളൊരു ഒരു വെയിറ്റ് തൂക്കിയിടും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് എന്താ, ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ അതേ നോക്കിയേ, ഇത് ഞാനാണ്. എന്താണ്? ഇത് ഞാനാണെന്ന് വിചാരിക്കാം അല്ലേ? ഇവിടെ ഒരു ആപ്പിൾ ഇരിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരു ആപ്പിൾ ഇരിക്കുന്നുണ്ട്. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്യാനാണ്, ഇവിടെ ഇരുന്നിട്ട് ആ ക്ലിനോമീറ്റർ വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ക്ലിനോമീറ്റർ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് എന്താണ്, ഈ ആപ്പിൾ ആയിട്ട് നിൽക്കുന്ന ആംഗിൾ എനിക്ക് കിട്ടും, തീറ്റ കിട്ടും. മനസ്സിലായോ? അതാണ് ആക്ച്വലി എന്ത് ചെയ്യണത്, ക്ലിനോമീറ്ററിൻ്റെ ഉപയോഗം. അത് എന്തിനാന്ന് പറഞ്ഞാൽ ഇവിടെ ജസ്റ്റ് പറയണമെന്നുള്ളൂ. ഓക്കെ, എന്തിലാവട്ടെ. അപ്പോൾ നോക്കിയേ, അതാണ് ആക്ച്വലി ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ഇമേജ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്നാണ്. നമ്മൾ ജസ്റ്റ് ചാപ്റ്റർ തുടങ്ങണതാണ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ ആക്ച്വലി ഈ ലേഡി എന്ത് ചെയ്യണതാണ്, ഈ മരത്തിൻ്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഹൈറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നമുക്ക് ഈ ചാപ്റ്റർ അവസാനം കഴിയുമ്പോൾ ഞാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഡിവൈസ്, ഈ സത്യം പറഞ്ഞ ഈ ഡിവൈസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആംഗിൾ മാത്രം കാൽക്കുലേറ്റ് ചെയ്യണം. ആംഗിളും കൂടി വേണ്ടേ അല്ലേ? തീറ്റ അല്ലേ? ആംഗിൾ എന്തെങ്കിലും ആവട്ടെ. ഇവിടെ ഞാൻ ആക്ച്വലി ഡിഗ്രി, ഞാൻ ഉദ്ദേശിച്ചത് തീറ്റ അല്ല. തീറ്റ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാവും. ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമേ ഉള്ളൂ ഡിഗ്രി. ഓക്കെ, ഡിഗ്രി കണക്ക് കൂട്ടലാണ്. നമ്മൾ ഡിഗ്രിയിലാണ് കണക്ക് കൂട്ടുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. നമ്മൾ പറഞ്ഞത് ഇതൊന്നുമല്ല, ഞാൻ നിങ്ങൾക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ട്രിഗണോമെട്രിയുടെ അപ്ലിക്കേഷൻ അല്ലേ? മെയിനായിട്ടും ട്രിഗണോമെട്രി വരുന്ന അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ട്രിഗണോമെട്രിക്ക് വരുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് ഇപ്പോൾ ഇതിന് ഉത്തരം
കിട്ടൂലേ? ഇതൊക്കെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റാണ്. ഞാൻ ആക്ച്വലി അത് നമ്മൾ ജസ്റ്റ് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്താണ് ChatGPT ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നിങ്ങളുടെ ഫസ്റ്റ് ആ ചാപ്റ്ററിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നുണ്ട്, 2 സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാം. നോക്കിക്കോ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാം. നോക്കിയേ, ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് പറയുന്നത്. നോക്കിയേ, എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? വളരെയധികം ശ്രദ്ധിച്ചിരുന്നോ, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഒന്ന് പറയുന്നുള്ളൂ. നമ്മൾ 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ ആക്റ്റീവായിട്ടിരുന്നാൽ നമുക്കതിനനുസരിച്ച് ചാപ്റ്റർ ബന്ദ് കറിലേക്കാ മേനെ. ടീക്കേ, ഹിന്ദി കൂടി പഠിച്ചോ, മനസ്സിലായോ? ബന്ധാക്കി തരാം, ഞാൻ തീർത്തരാം നിങ്ങൾക്ക്, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സംഭവം ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ് മെയിൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതാണ്, നിങ്ങളുടെ ടെക്സ്റ്റിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതാണ് എന്താണ്? ഇൻ എനി ട്രയാങ്കിൾ വിത്ത് 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി. അതിൻ്റെ അർത്ഥം എന്താ? 3 ആംഗിളുകളാണ് തന്നേക്കുന്നത്. എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളുകളാണ് തന്നേക്കുന്നത്. ഏതാണ്? 40 ഇതെന്ത് കളർ? ഒരു മിനിറ്റ്, കളർ 45 ഡിഗ്രി അല്ലേ, 45 ഡിഗ്രി 90 ഡിഗ്രി. 3 ആംഗിളുകളാണ് ഒരു ട്രയാങ്കിൾക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ള ഐഡിയ അറിയാമല്ലോ. ഓക്കെ, ഒരു ട്രയാങ്കിളിൽ 3 ആംഗിളുകൾ 45 45 90 ആണെങ്കിൽ ബോത്ത് ദ ഷോർട്ടർ സൈഡ്സ് ഹാവ് ദ സെയിം ലെങ്ത് എന്നാണ്. എന്താണ്? ബോത്ത് ദ അത് പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാവും. ബോത്ത് ദ ഷോർട്ടർ സൈഡ് ഹാവ് ദ സെയിം ലെങ്ത് ആൻഡ് ദ ലെങ്ത് ഓഫ് ദ ലോങ്ങസ്റ്റ് സൈഡ് ഈസ് √2 ടൈംസ് ദിസ് ലെങ്ത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? വലിയ കാര്യമൊന്നുമില്ല, അത് എഴുതുമ്പോൾ മനസ്സിലാവും. മനസ്സിലായോ? അപ്പം എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം. ഏത് ട്രയാങ്കിൾ എന്നാണ് പറഞ്ഞേക്കണേ കേട്ടോ, റൈറ്റ് ട്രയാങ്കിൾ എന്നല്ലേ പറഞ്ഞേക്കണേ. നിങ്ങൾ ഏത് ട്രയാങ്കിൾ എടുത്തോ, ട്രയാങ്കിൾ 3 ആംഗിളുകൾ ഉണ്ടാവും, 3 സൈഡും ഉണ്ടാവും അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യണതാണ്, ഒരു ട്രയാങ്കിൾ ഞാൻ എടുക്കുകയാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന ഏത് ട്രയാങ്കിൾ അല്ലേ വിത്ത് ഒരെണ്ണം 90 ഡിഗ്രി ആവണം. അപ്പോൾ 90 ഡിഗ്രി ആവണം എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ഉദ്ദേശിക്കുന്നത് ഒരെണ്ണം 90 ഡിഗ്രി ആവണം എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയി അല്ലേ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയി ഒരെണ്ണം 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 3 ആംഗിൾ കൂടി ചേർത്താൽ 180 ഡിഗ്രി വന്നം അല്ലേ. ഒരെണ്ണം 90 ആയി, പിന്നെ എന്താ വേണ്ടത്? 45 45, എന്നാലാണ് എന്താവുള്ളൂ, ബാക്കി 180 ഡിഗ്രി ആവുള്ളൂ അല്ലേ. അപ്പോൾ ഇത് 45 ഡിഗ്രി, ഇത് 45 ഡിഗ്രി അല്ലേ, ഇത് 45 ഡിഗ്രി 45 ഡിഗ്രി. അപ്പോൾ 45 45 90. അപ്പോൾ ഇവർ പറഞ്ഞ പോലെ ഇനി ബോത്ത് ദ ഷോർട്ടർ സൈഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് അറിയോ? ഒരു ട്രയാങ്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇതൊരു ബേസിക് ഐഡിയ ഉണ്ടോ, ബേസിക് ട്രയാങ്കിളിൽ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ട്രയാങ്കിൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, മൊഹ്സിനാത്ത് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് മോസിന, ക്ലാസ്സൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ എളുപ്പമായിട്ടുള്ളതും വളരെ ചിന്തിക്കാനായിട്ടുള്ളൊരു ചാപ്റ്ററാണ് മാത്തമാറ്റിക്സിൽ. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനൊരു ആംഗിളുകളും, ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളുകളിൽ 45 45 90 വന്നാൽ ബോത്ത് ദ ഷോർട്ടർ സൈഡ് ഹാവ് ദ സെയിം ലെങ്ത്. അതായത് ഷോർട്ടർ സൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നതല്ല, ഈ മാത്തമാറ്റിക്സിലൊരു ട്രയാങ്കിളിൻ്റെ കേസിൽ ഒരു എന്താ പറയുക, ഒരു ബേസിക് ആയിട്ടുള്ള റൂൾ ഉണ്ട്. നോക്കിയേ, നിങ്ങൾ 3 ആംഗിളുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ ലാർജസ്റ്റ് ആംഗിളുള്ള ആംഗിൾ ഉണ്ടാവുമല്ലോ, ആ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ലാർജസ്റ്റ് ആയിരിക്കും എന്നുള്ളൊരു റൂൾ ഉണ്ട്. എന്താണ് ഞാൻ പറഞ്ഞത്? ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കിയേ, 45 45 90 അല്ലേ. ഇവിടെ ഏറ്റവും വലിയ ആംഗിൾ ഏതാ? ഇവിടെ ഏറ്റവും വലിയ ആംഗിൾ 90 ഡിഗ്രി ഉള്ള റൈറ്റ് ആംഗിൾ ആണ് അല്ലേ. അപ്പോൾ മാത്തമാറ്റിക്സിലെ ആ നിയമം അനുസരിച്ച് ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്, ആ സൈഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കുക. ഈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും ഏറ്റവും വലിയ ലെങ്ത് ഉള്ള, ആ ട്രയാങ്കിളിലെ ഏറ്റവും വലിയ ലെങ്ത് ഉള്ള സൈഡ്. നോക്കിയേ, കണ്ടോ, 45 45 അല്ലേ. പിന്നെ ഉള്ളത് 90 ഡിഗ്രിയാണ്. ഈ 90 ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ സൈഡ്, ഈ സൈഡായിരിക്കും ആ ട്രയാങ്കിളിലെ ഏറ്റവും വലിയ സൈഡ്. ഏറ്റവും വലിയ സൈഡിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോട്ടന്യൂസ്. മനസ്സിലായോ? അപ്പോൾ ഇതായിരിക്കും ഏറ്റവും വലുത്, അതിന് വിളിക്കുന്ന പേരാണ് ഹൈപ്പോട്ടന്യൂസ്. മനസ്സിലായോ? ഹൈപ്പോട്ടന്യൂസ് മനസ്സിലായോ? അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ആണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിലെ ഏറ്റവും വലിയ ലെങ്ത്, ഏറ്റവും സൈഡ് ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ള സൈഡ്. മനസ്സിലായോ? ഓക്കെ, ഇത് ഞാൻ പറയാൻ കാരണം
കാരണം ആവശ്യം വരും. മനസ്സിലായോ? അപ്പോൾ ഇത്ര മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ 45 ഈ 45ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഇതല്ലേ, ഈ 45ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഇതല്ലേ. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സൈഡ് ഈക്വൽ ആവണ്ടേ? അതാണ് ഇവർ പറഞ്ഞത് ബോത്ത് ദ ഷോർട്ടർ സൈഡ്സ് ആർ ദ സെയിം ലെങ്ത് അല്ലേ. അപ്പോൾ ഞാൻ ഈ സൈഡിന് എക്സ് സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കാം അല്ലേ, ഇവിടെ എക്സ് സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇവർ പറയണത് എന്താണെന്നറിയോ, ദ ലെങ്ത് ഓഫ് ദ ലോങ്ങസ്റ്റ് സൈഡ് ഇസ് √2 ടൈംസ് ദിസ് ലെങ്ത് എന്നാണ്. അതായത് ലോങ്ങസ്റ്റ് ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ, ലോങ്ങസ്റ്റ് ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ അതിൻ്റെ ലെങ്ത് എന്താണ്, √2 ഇൻറ്റു ഈ ലെങ്ത്. മനസ്സിലായോ? ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇത് എന്തിനാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യം വരും, ക്വസ്റ്റ്യനിൽ ആവശ്യം വരും, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ എന്തായാലും ആയിക്കോട്ടെ, എന്തായാലും ഫസ്റ്റ് കാര്യം പറഞ്ഞാൽ മനസ്സിലായി. ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യാം, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഡൗട്ട് ചോദിക്കണം. എന്തായാലും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യണ സമയത്ത് ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ അതിനനുസരിച്ച് പൈസ ഞാൻ വാരിയെറിയും. മനസ്സിലായോ? നിങ്ങൾക്ക് തരും. മനസ്സിലായി? UPID പറയാം, നിങ്ങളുടെ UPID പറയാം. ഒന്നുകൂടി പറയാം, ആദ്യം തൊട്ട് കേൾക്കണവരാണെങ്കിൽ നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ ആക്ച്വലി അരിത്തമെറ്റിക് സീക്വൻസിൽ എന്താണ് നമ്മൾ പൈസ, അതായത് ആൻസർ പറയുന്നവർക്ക് നമ്മൾ പൈസ UPID അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇതേ ചാപ്റ്ററിൽ ഇതേ റൂൾ തന്നെ അപ്ലൈ ചെയ്യുന്നു. ഞാൻ ചോദ്യം ചോദിക്കും, ചോദ്യത്തിൻ്റെ കാഠിന്യത്തിനനുസരിച്ച് പൈസയുടെ തടിയും കൂടും. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഉത്തരം പറയുന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് UPID തന്നാൽ ഞാൻ അപ്പോൾ തന്നെ ക്യാഷ് ഇട്ട് തരുന്നതാണ്. എന്തായാലും ഉഷാറോടുകൂടി ഇരിക്കുക, നമുക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. ഓക്കെ, എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യാം, കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇതാണ് നിങ്ങളുടെ ചാപ്റ്ററിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഇതിനോട് സാമീപ്യമുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഏകദേശം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ് പറയുന്നത്, ഇൻ എനി ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് 30 ഡിഗ്രി 60 ഡിഗ്രി അല്ലേ, 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി അല്ലേ, എന്താണ് 90 ഡിഗ്രി, ദ ലെങ്ത് ഓഫ് ദ ലോങ്ങസ്റ്റ് സൈഡ് ഇസ് 2 times the length of the shortest side and the length of the side of the medium size is √3 times the length of the shortest side എന്നാണ്. വല്ലോ മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ പറഞ്ഞതെന്നറിയാം, നമുക്ക് ആദ്യം വരച്ച് നോക്കാം. ഞാൻ വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറയുമ്പോൾ എന്തായത്, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, രണ്ട് സൈഡുകൾ തമ്മിൽ 90 ഡിഗ്രി ആക്കിയാൽ അത് ഇങ്ങനെ വരുള്ളൂ അല്ലേ. നിങ്ങൾ രണ്ട് കമ്പ് എടുത്ത് നോക്കിയേ, 90 ഡിഗ്രി വെച്ച് നോക്കിയേ. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയേ. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഈ ഒരു പേനയുണ്ട്, ഒരാൾ പറഞ്ഞത് 90 ഡിഗ്രിയിൽ എറിയാൻ പറഞ്ഞാൽ ഞാൻ മുകളിലേക്ക് എറിയണം, കറക്റ്റ് ഇങ്ങനെ മുകളിലേക്ക് എറിയണം അല്ലേ. കറക്റ്റ് ആണെങ്കിൽ ഞാൻ എങ്ങനെയാണ് പറഞ്ഞത് അതേപോലെ എൻ്റെ കയ്യിൽ വന്നിരിക്കും അല്ലേ. അതിൻ്റെ അർത്ഥം 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതല്ലേ പറഞ്ഞേക്കുന്നു. ഇത് ഞാൻ നിൽക്കുന്ന ഫ്ലോർ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. ഓക്കെ, ഇനി അപ്പോൾ 90 ഡിഗ്രി. ഇനി എന്താണ്, അപ്പോൾ ഞാനൊരു ട്രയാങ്കിൾ, എന്താ ട്രയാങ്കിളാണല്ലോ വരക്കേണ്ടത്. അപ്പോൾ ഇത് അങ്ങോട്ട് കൂട്ടി ചേർക്കുക ഒരു സൈഡാവും അപ്പോൾ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരെണ്ണം 90 ഡിഗ്രിയാണ്, ഒരെണ്ണം 60 ഡിഗ്രിയാണ്, ഒരെണ്ണം 30 ഡിഗ്രി ആണ് എങ്കിൽ ഇവരെന്താ പറഞ്ഞത്, ദ ലെങ്ത് ഓഫ് ദ ലോങ്ങസ്റ്റ് സൈഡ് ഈസ് 2 times ദ ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് സൈഡ്. അപ്പം നിങ്ങൾ പറ, ഇതിൽ ഇപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പോണത്. ഞാൻ നിങ്ങൾക്ക് 5 സെക്കൻഡ് തരാം. ഞാൻ ഈ ട്രയാങ്കിളിന് പേരും കൊടുക്കാം, ABC. എന്താണ് ABC? ട്രയാങ്കിൾ ABC അല്ലേ. ഈ ട്രയാങ്കിൾ ABCയിൽ ഷോർട്ടസ്റ്റ് സൈഡ് ഏതായിരിക്കും? 5 സെക്കൻഡ് അല്ല, നിങ്ങൾ ഒരു 10 സെക്കൻഡ് എടുത്തോ. ഈ ട്രയാങ്കിളിലെ ഷോർട്ടസ്റ്റ് സൈഡ് ഏതാന്ന് പറഞ്ഞേനെ. കാരണം നേരത്തെ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ട്രയാങ്കിളിലെ ഷോർട്ടസ്റ്റ് സൈഡ് ഏതാന്ന് പറഞ്ഞ ആൾക്ക് പൈസ, ഈ ട്രയാങ്കിളിലെ ഷോർട്ടസ്റ്റ് സൈഡ് ഏതാന്ന് പറഞ്ഞ ആൾക്ക് ഇപ്പോൾ പൈസ തരും. ഞാൻ നിങ്ങൾക്ക് 50 രൂപ തരും. ഫസ്റ്റ് പറയണം. ജസിയ പറയുന്നുണ്ട്, ജസിയ എനിക്ക് സൈഡാണ് അറിയേണ്ടത്. ഏത് സൈഡാണ്? AB ആണോ, BC ആണോ, AC ആണോ? ഇതിലെ ഏറ്റവും ചെറിയ സൈഡ് ഏതാ? എ എന്ന് പറയുന്നത് ചെറിയ ആംഗിൾ അല്ല ഞാൻ ചോദിച്ചത്. ചെറിയ ആംഗിൾ ഇപ്പോൾ ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അടുത്ത് ചോദിച്ചാൽ മോനെ 30 ആണോ 60 ആണോ 90 ആണോ എന്ന് പറഞ്ഞാൽ പറയൂലേ. അതല്ല എനിക്ക് വേണ്ടത്. എനിക്ക് സൈഡ്
ഏത് സൈഡാണെന്ന് അറിയണം. നമുക്ക് മോസിനത്ത് സൈഡ് എ ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല മോസിന, സൈഡ് എ ബി അല്ല, സൈഡ് എ ബി അല്ല. 7:25 വരെ ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. കറക്റ്റ് സൈഡ് ഏതാണ്? ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? ഏറ്റവും ഷോർട്ട് ഞാൻ തൊട്ട് മുമ്പാണ് നിങ്ങൾക്ക് അതിനുള്ളൊരു ഉത്തരം ഇത് പറഞ്ഞത്. അത് വെച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. കഴിഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഞാനൊരു ബേസിക് റൂൾ പറഞ്ഞിട്ടുണ്ടായി. ആ ബേസിക് റൂൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കണത്. പറഞ്ഞു നോക്കിയേ. പോരാ, നിങ്ങൾക്ക് ആരും പറയണില്ല. എന്തായാലും ഞാൻ പറയാം. സൈഡ് സി, അങ്ങനെ ഒരു സൈഡ് ഇല്ലല്ലോ. നമുക്ക് സൈഡ് എപ്പോഴും സൈഡ് ഞാൻ പറഞ്ഞുതരാം, ഒന്നുകൂടി പറഞ്ഞുതരാം. സൈഡ് ഈ 3 സൈഡാണ്. സൈഡ് എ ബി, സൈഡ് ബി സി, സൈഡ് സി എ. ഇതിൽ ഏതാണെന്നാണ് എനിക്ക് അറിയേണ്ടത്. ഇതിൽ ഏതാണ് ഏറ്റവും ചെറുത്? ഏറ്റവും ചെറിയ നമ്മളിപ്പോൾ കണക്കൂട്ടി നോക്കി ഏറ്റവും ചെറുത് ഏതാണെന്ന് നമുക്ക് വെറുതെ പറയാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അല്ല, എ സി അല്ല. ഇനിയിപ്പോൾ ആർക്കും പറയാമല്ലോ. ഇനിയിപ്പോൾ ആർക്കും പറയാം എ ബി അല്ല എന്ന് പറഞ്ഞ് എ സി അല്ല എന്ന് പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും? ബി സി ആയിരിക്കും. അപ്പോൾ ആരും ഉത്തരം പറഞ്ഞില്ല. ഞാൻ എൻ്റെ UPID കമൻറ്റ് സെക്ഷനിൽ ഇടും. എനിക്ക് തന്നെ പൈസ അയക്കും. മനസ്സിലായോ? കാരണം ആരും പറഞ്ഞില്ല. കാരണം എന്താ? ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? ഒരു ട്രയാങ്കിളിലുള്ള ബേസിക് റൂളാണ്, ഒരു ആംഗിൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡായിരിക്കും ഏറ്റവും വലിയ സൈഡ് എന്ന് പറഞ്ഞു. നോക്കിയേ, 90 ഡിഗ്രിയാണ് ഏറ്റവും വലുത്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡായിരിക്കും ഏറ്റവും വലുത്. 30 ഡിഗ്രിയാണ് ഏറ്റവും ചെറുത്. അങ്ങനെയാണെങ്കിൽ ബി സി ആയിരിക്കും ഏറ്റവും ചെറിയ സൈഡ്. മനസ്സിലായോ? സൈഡ് ബി സി എന്ന് സൂപ്പർ ഗ്ലൂ പറഞ്ഞു. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ പറഞ്ഞത്. കാര്യമില്ല, എനിക്ക് തന്നെയാണ് മാർക്ക് കിട്ടുക. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ സൈഡ് ബി സി. അപ്പോൾ ഇനി നമുക്ക് തിയറിയിലേക്ക് വരാം. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. സൂപ്പർ ഗ്ലൂ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ ആൻസർ പറഞ്ഞത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ആൻസർ വളരെ ലേറ്റ് ആയിട്ടാണ് വന്നത്. എന്തെങ്കിലും അത് വളരെ ഇതായിപ്പോയി. കാരണം ഞാൻ എന്താണോ പറഞ്ഞത് മുമ്പാണ് പറഞ്ഞെങ്കിൽ ഞാൻ തരും. ഓക്കെ, ഇപ്പോൾ ഇത് മനസ്സിലായല്ലോ. നോക്കിയേ, 30, 60, അതായത് ഒരു നമുക്ക് ഒന്നുകൂടി ആ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 30, 60, 90 ഡിഗ്രികളാണ് ഈ ട്രയാങ്കിൾ എങ്കിൽ ഇതിന്റെ എന്താണ് പറഞ്ഞത്? ദ ലെങ്ത് ഓഫ് ദ ലോങ്ങസ്റ്റ് സൈഡ് ഇസ് 2 times ദ ലെങ്ത് ഓഫ് ഷോർട്ടസ്റ്റ് സൈഡ്. അപ്പോൾ ഞാൻ ഷോർട്ടസ്റ്റ് സൈഡ് x ആണ് കൊടുക്കണമെങ്കിൽ ലോങ്ങസ്റ്റ് സൈഡ് എന്തായിരിക്കും? 2x ആയിരിക്കും. എന്താണ് ലോങ്ങസ്റ്റ് സൈഡ്? എന്താണ്? 2x ആയിരിക്കും. അപ്പോൾ ഇതിന് മീഡിയം സൈസ് ഏതാക്കണ്ടോ? ഇത് 30 ഏറ്റവും ചെറുത്, 90 ഇത് ഏറ്റവും വലുത്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡായിരിക്കും അല്ലെ 30, 90, 30 ഇടയിൽ എന്താ 60. അപ്പോൾ ഇതാണ് മീഡിയം. അങ്ങനെയാണെങ്കിൽ മീഡിയം സൈസ് എന്താ? √3 times ദ ലെങ്ത് ഓഫ് ഷോർട്ടസ്റ്റ്. ഇത് ഷോർട്ടസ്റ്റ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ √3 times ആയിരിക്കും അല്ലെ. x ആണെങ്കിൽ √3x ആണ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. എന്തായാലും സൂപ്പർ ഗ്ലൂ പേടിക്കണ്ട. ഞാനൊരു ക്വസ്റ്റ്യൻ കൂടി പറയും. ആ ഒരു ക്വസ്റ്റ്യനും കൂടി ഉത്തരം പറഞ്ഞാണെങ്കിൽ എന്താണ് നമുക്ക് നോക്കാം. നമുക്ക് സൂപ്പർ ഗ്ലൂ നോക്കാം. വേഗം പറയണമെന്നുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇതാണ് നിങ്ങളുടെ ആക്ച്വലി 2 സ്റ്റേറ്റ്മെന്റുകൾ എന്ത് ചെയ്യണത് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയണത്. ഓക്കെ. എനിക്ക് കുറച്ച് ദാഹജലം കിട്ടുമോ? ഓക്കെ. കുറച്ച് മധുരം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ നോക്കി, ഇതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഞാനിവിടെ 2 ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വളരെ എളുപ്പമാണ്, ഒന്നുമില്ല അല്ലേ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വളരെ എളുപ്പമാണ്, അതൊന്നുമില്ല. 2 കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതെന്നാണ്. മനസ്സിലായോ? ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇനിയിപ്പോൾ അടുത്ത വരാൻ പോകണമെന്ന് പറഞ്ഞാൽ സൈൻ, കോസ്, കുറച്ച് റേഷ്യോകൾ പറയും. ഈ റേഷ്യോ കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. മനസ്സിലായോ? ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അതായത് നമ്മൾ മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ഐഡിയ, ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ടുള്ളൊരു ഐഡിയ കിട്ടും. പരിപാടി കഴിഞ്ഞില്ലേ? ചാപ്റ്റർ നിങ്ങളുടെ പോക്കറ്റിലായില്ലേ പരീക്ഷയുടെ സമയത്ത്? എനിക്കും സമാധാനം, നിങ്ങൾക്കും സമാധാനം, നിങ്ങൾക്ക് സന്തോഷം അല്ലേ? എനിക്ക് ഒരു ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ആൻസർ പറഞ്ഞതിൻ്റെ സമാധാനം. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇത് കഴിഞ്ഞല്ലോ. ഓക്കെ, നെക്സ്റ്റ്. ഇനി എന്തായാലും നമ്മളിപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചല്ലോ. ഇനി സൂപ്പർ ഗ്ലൂക്കൊക്കെ മാർക്ക് വാങ്ങിക്കാനുള്ള ഒരു അവസരമാണ്. എന്ത് ചെയ്യാം? ഞാൻ ക്വസ്റ്റ്യൻ ഇടും. അപ്പോൾ എന്ത് ചെയ്യാം? സൂപ്പർ ഗ്ലൂവും ബാക്കിയുള്ളവരും എനിക്ക് ഉത്തരം പറയാം. അതിൻ്റെ ഇടയ്ക്ക് 2-3 പേരൊക്കെ ജയ്സലൊക്കെ വന്നിട്ടുണ്ട്. ജയ്സൽ, പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ജയ്സലിൽ ഒരാൾ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ്ക്ക് പേരില്ലാത്ത ഹായ്. ഓക്കെ. ഇനി വേറെ ആൾക്കാരൊക്കെ ഹായ് പറഞ്ഞ് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം? കുഴപ്പമില്ല. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ കാര്യങ്ങളിലേക്ക് പോവാം. ഇതിലെന്താ ചോദിച്ചേക്കണത്?
കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്നാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെ 3 ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ, സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ, തേർഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ, 3 ട്രയാങ്കിളിൻ്റെ ഏരിയ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ബി എച്ച് ആണ്. എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നാണ്. എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, എന്നാലും ഞാൻ വെറുതെ പറയണമെന്നുള്ളൂ. ഓക്കെ, ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതായിരിക്കും, എന്നാലും ഞാൻ നിങ്ങൾക്ക് വെറുതെ പറയണമെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഇത് നമ്മൾ പഠിച്ച ചെറുപ്പത്തിലേക്ക് പഠിച്ച കാര്യമാണ് അല്ലേ? നമ്മൾ മാമ ഉണ്ണണ സമയത്ത് പഠിച്ച കാര്യമാണ്. ഇനി ഇതും പഠിച്ചിട്ടില്ല, ഇതും പഠിച്ചിട്ടൊന്നുമില്ല എന്ന് എൻ്റെ അടുത്ത് പറയാൻ നിൽക്കരുത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ എന്താണ് ഇതാണ്. അപ്പോൾ നമുക്ക് ഈ ബേസ് എന്തിലായിരിക്കും? നമുക്കറിയാം യൂണിറ്റ് എന്തായിരിക്കും? സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ മീറ്റർ ആയിരിക്കും, എന്തെങ്കിലും അവിടെ കിലോമീറ്റർ ആയിരിക്കും. ഇതും സെൻറ്റിമീറ്റർ ആയിരിക്കും. നമ്മൾ പൊതുവെ സെൻറ്റിമീറ്ററിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നായിരിക്കും. അതൊക്കെ അറിയാമല്ലോ, നമ്മൾ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് പറയേണ്ടത്. ഓക്കെ 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 ഞാൻ കുറച്ച് ദാഹജലം കുടിക്കട്ടെ. അതിനുള്ളിൽ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുമോ നോക്കിയേ, ചെയ്യാൻ പറ്റുമോ നോക്കും. ഓക്കെ ഓക്കെ നമ്മുടെ ജെയ്സൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റിൻ്റെ ഉത്തരം ജെയ്സൽ 1.5 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റിൻ്റെ 1.5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണോ നമുക്ക് നോക്കാം. ഓക്കെ, എന്തിലാവട്ടെ ജെയ്സൽ നമുക്ക് നോക്കാം കേട്ടോ, പേടിക്കണ്ട, ഞാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജെയ്സൽ കറക്റ്റ് ആണെങ്കിൽ എന്തുണ്ട്? രണ്ടാമത്തെ 2.6 സെൻറ്റിമീറ്റർ ആണെന്നും ആരോ പറഞ്ഞിട്ടുണ്ട്. അതും നമുക്ക് നോക്കാം. സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം, എന്തിലാവട്ടെ. ഓക്കെ, നമുക്ക് നോക്കാം, എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നോക്കേ ജെയ്സലും പിന്നെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ടൈം അനുസരിച്ചിട്ടാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് അതിലാരോ പറഞ്ഞത് അവർക്ക് പൈസ കിട്ടും. ഓക്കെ, നോക്കേ നമുക്ക് ഈ ഒരു ട്രയാങ്കിളെ ഫസ്റ്റ് എടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ കഴിഞ്ഞ പഴയ ക്ലാസ്സിലൊക്കെ പഠിച്ചായിരിക്കും, എന്തിലാവട്ടെ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അതൊരു ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ എഴുതി വെച്ചോ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. നോക്കേ, ഈ ട്രയാങ്കിളുടെ ബേസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ബേസ് എന്താണ്? 3 ആണ് അല്ലേ? അപ്പോൾ ബേസ് നിങ്ങൾക്കറിയാം 3 ആണെന്ന് അറിയാം. എന്താണ്? അപ്പോൾ ഹാഫ് ഇൻറ്റു 3 അല്ലേ, ഹാഫ് ഇൻറ്റു 3. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇതിൻ്റെ ഹൈറ്റ് വേണം. ഹൈറ്റ് എന്താണ് ആക്ച്വലി? ഇതല്ലേ ഹൈറ്റ്, ഒരു ട്രയാങ്കിളുടെ ഹൈറ്റ് ഇതല്ലേ, ഇതാണ് അത് എച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റിൽ ഈ ബേസ് 3 ആണ്. ഹൈറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഒരു സാധനത്തിന് നമ്മൾ ഹൈറ്റ് എന്നുകൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഓക്കെ, ആ ഹൈറ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇടാൻ കാരണം ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്ന 2 സ്റ്റേറ്റ്മെൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു കൃത്യമായിട്ട് ഒരു ലൈൻ വരച്ചാൽ അത് എത്ര ഡിഗ്രി ആയിരിക്കും? അടിയിലേക്ക് വരച്ചാൽ അത് 90 ഡിഗ്രി ആയിരിക്കില്ലേ? അത് 90 ഡിഗ്രി ആയിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഇത് 30 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, അത് അപ്പോൾ 150ന് എത്ര ബാക്കിയുണ്ട്? 60. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഈ ഹൈറ്റ് ആണ്. അതിന് ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നു അല്ലേ? ഇത് ഒരുപാട് വഴി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മൾ സൈന് കോസ് ടാൻ ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ആ വഴി നിങ്ങൾക്ക് ഒറ്റയടിക്ക് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? നേരത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. നേരത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞത്? ഒരു ട്രയാങ്കിളിൽ 30, 60, 90 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ലോങ്ങസ്റ്റ് സൈഡിൻ്റെ 2 ടൈംസ് ലോങ്ങസ്റ്റ് സൈഡ് ഈസ് 2 ടൈംസ് ദ ലെങ്ത് ഓഫ് ഷോർട്ടസ്റ്റ് സൈഡ് എന്നാണ്. ഓക്കെ, ഇതിലിപ്പോൾ ഷോർട്ടസ്റ്റ് സൈഡ് ഏതാ? ഇതല്ലേ, 2 അല്ലേ ഷോർട്ടസ്റ്റ് സൈഡ്. അപ്പോൾ അല്ല സോറി, ഷോർട്ടസ്റ്റ് ആംഗിൾ ഏതാ? ഇതാണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതല്ലേ ഇത് അല്ലേ? അപ്പോൾ ഇത് ഷോർട്ടസ്റ്റ് സൈഡ് ആവില്ലേ? അതായത് ഷോർട്ടസ്റ്റ് സൈഡിൻ്റെ 2 ടൈംസ് എന്താണ്? ഷോർട്ടസ്റ്റ് സൈഡിൻ്റെ 2 ടൈംസ് ആയിരിക്കും ഇതല്ലേ ലോങ്ങസ്റ്റ് സൈഡ് 2. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താണ്? എക്സ് 1 ആണ്. ഹൈറ്റ് കിട്ടി, ഇനി 1 ഇട്ട് കൊടുക്കാം അല്ലേ? അപ്പം എന്താ? 3/2, 3.5 അല്ല 3 എത്ര? 1.5
1.5 ചക്ക മാങ്ങ തേങ്ങ അല്ല, 1.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതാണ് ഞാൻ യൂണിറ്റ് പറഞ്ഞത്. എപ്പോഴും സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞ ആൾ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ എന്തോ ഒന്നര തേങ്ങ, ഒന്നര ചക്ക അങ്ങനെ ചോദിക്കും. അപ്പോൾ 1.5 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏരിയ എന്നാണ് അതിനർത്ഥം. അപ്പോൾ 1.5 ജയ്സലാണ് ആദ്യ ഉത്തരം പറഞ്ഞത്. വളരെ സന്തോഷം. ജയ്സൽ 1.5 സെൻറ്റിമീറ്റർ എന്നല്ല സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതണം. മനസ്സിലായി? എന്നാലാണ് ഒരു ഏരിയ ആണെന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആക്ച്വലി എന്തിൻ്റെ ഏരിയ ആണ് ഉദ്ദേശിച്ചത്? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ട്രയാങ്കിളിൻ്റെ ഏരിയ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് ഇടണം. അത് മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ജയ്സൽ എന്ത് ചെയ്യുക? ജയ്സലിൻ്റെ UPI ID ചാറ്റിലിടുക. UPI ID ഇടണം, നമ്പർ ഇടരുത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ആൻസറും ആക്ച്വലി പറഞ്ഞേക്കുന്നത് ജയ്സലാണ്. 2.6 സെൻറ്റിമീറ്റർ എന്നാണ് പറയുന്നത്. 2.6 സെൻറ്റിമീറ്റർ ആണോന്ന് നമുക്ക് നോക്കാം. അത് കാൽക്കുലേറ്ററിൽ ആഡ് ചെയ്തേക്കണോണ്ടായിരിക്കും അങ്ങനെ കിട്ടിയേക്കണം. അങ്ങനെ നമുക്ക് നോക്കാം, എത്രയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അപ്പോൾ ഇത് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ കിട്ടിയല്ലോ. ഇനി നമുക്ക് സെക്കൻഡ് ട്രയാങ്കിളുടെ നോക്കാം. അപ്പോൾ ഞാൻ സെക്കൻഡ് ട്രയാങ്കിളുടെ എഴുതുന്ന ആ സമയത്ത് എന്ത് ചെയ്യുക? ജയ്സലിൻ്റെ UPI ID തരാം. ഇവിടുന്ന് ക്യാഷ് അയച്ചിരുന്നാണ് 50 റുപ്പയെ. എത്ര? 50 രൂപ. 50 രൂപയാണ് അല്ലേ കിട്ടാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി എന്താണ് നിങ്ങളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ആംഗിൾ. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തത് എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ഇതിൽ ഹാഫ് ഇൻറ്റു എന്താ ഇതിൻ്റെ ബേസ് എത്ര? 3 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? ബേസ് 3 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഹൈറ്റ് ആണ്. ഹൈറ്റ് എങ്ങനെയായിരിക്കും? ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? ഇതല്ലേ ഹൈറ്റ് അല്ലേ? അപ്പോൾ ഇത് എത്ര ഡിഗ്രിയാണ്? ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇത് 60 ഡിഗ്രി. ഇത് 90 ആണെങ്കിൽ നമ്മുടെ മറ്റേ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് ഇത് എത്ര ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കണം. നമുക്ക് വേണ്ടത് ഈ ഒരു ആംഗിളാണ്, ഈ ഒരു സൈഡാണ്. ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അതും കൂടി കിട്ടിയാൽ അതിൻ്റെ ഏരിയ കിട്ടും അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത് എക്സ് ആണെങ്കിൽ അല്ലേ, കുറച്ചുകൂടി വലുതാക്കി വരക്കണോ? ഇത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്കത്? എന്തിലാവട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? നേരത്തെ പറഞ്ഞത് ദ ലെങ്ത് ഓഫ് ദ ലോങ്ങസ്റ്റ് സൈഡ് ഇസ് 2 ടൈംസ് ദ ഷോർട്ടസ്റ്റ് സൈഡ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇതിൻ്റെ ഷോർട്ടസ്റ്റ് സൈഡ് ആക്ച്വലി ഇതാണ് അല്ലേ? ഈ ഷോർട്ടസ്റ്റ് സൈഡിൻ്റെ 2 ടൈംസ് ആണ് അതിൻ്റെ, ഈ ഷോർട്ടസ്റ്റ് സൈഡിൻ്റെ 2 ടൈംസ് ആണ് ലോങ്ങസ്റ്റ് സൈഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഷോർട്ടസ്റ്റ് സൈഡ് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താ? ആക്ച്വലി ഇതിപ്പോൾ 3 സെൻറ്റിമീറ്റർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ 3 സെൻറ്റിമീറ്റർ ഇത് എത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? നമ്മൾ പറഞ്ഞത് ഇതൊന്നും കൂടി വേണമെങ്കിൽ വരക്കണോ? കാണാൻ പറ്റുമെന്ന് വിചാരിക്കും. നിങ്ങൾ നോക്കിയേ, ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഈ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡാണ് ഷോർട്ടസ്റ്റ് സൈഡ് അല്ലേ? അപ്പോൾ ഈ എക്സിൻ്റെ 2 ടൈംസ് ആയിരിക്കും ഇത്, അതായത് ഇത് 2x ആയിരിക്കും. അങ്ങനെയാണെന്നാണ് നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. ഇനി എന്താണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയണത്? ദ ലെങ്ത് ഓഫ് ദ മീഡിയം സൈസ് ഈസ് 3 ടൈംസ് ദ ഷോർട്ടസ്റ്റ് സൈഡ് എന്നാണ് പറഞ്ഞത്. അതായത് അതിനർത്ഥം എന്താ? ഈ എക്സ് ഇതാണെങ്കിൽ എക്സിൻ്റെ √3 ടൈംസ് ആയിരിക്കും എന്ത് വരുന്നത്? 2 വരുന്നതെന്ന് പറഞ്ഞ് മനസ്സിലായോ? അതല്ലേ എൻ്റെ മീഡിയം സൈസ്. അതായത് ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്സിൻ്റെ √3 ടൈംസ് ആണ് 2 അല്ലേ? 2 ആണ് മീഡിയം. കാരണം 60 മീഡിയം. അപ്പോൾ മീഡിയം സൈഡ് ഇതാണ് അല്ലേ? മീഡിയം നമ്മൾ നേരത്തെ പറഞ്ഞാൽ മനസ്സിലായല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് 2 എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു 2/√3. എന്താണ്? എക്സ് 2/√3 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റ് ആണ്. അപ്പോൾ 2/√3 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 2/√3 വരും. മനസ്സിലായോ? അപ്പോൾ 2/√3 വരും. ഇനി എന്ത് ചെയ്യാം? 1/2 ഇൻറ്റു 2/√3 അല്ലേ? ഇത് കട്ട് ചെയ്യുക, എന്ത് വരും? 3/√3 വരും. മനസ്സിലായോ? 3/√3 വരും അല്ലേ? √3 വരും. ഇവിടെ ആൻസർ 1/2 ഇൻറ്റു 3 ഇൻറ്റു √3. ഒരു മിനിറ്റ്, ഇവിടെ √3 എന്നാണ് കൊടുത്തേക്കുന്നത്. ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഇതുണ്ടോ നോക്കട്ടെ. ടു സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ
ഹൈറ്റ് √3 എന്നാണ് വന്നേക്കുന്നത്. നമുക്ക് നോക്കാം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കാം. ഹൈറ്റ് √3 ആണ് വന്നേക്കുന്നത്. സോറി ശരിയാണ് കറക്റ്റ് അല്ലേ, ശരിയാണ്. അതായത് ഇത് എക്സ് ആണെങ്കിൽ ഇതെന്താണ് √3 ആയിരിക്കും എന്ന് പറഞ്ഞത്. അതായത് മീഡിയം മിഡിൽ ആംഗിൾ എത്ര ആയിരിക്കും, √3 ടൈംസ് എക്സ് ആണെന്നല്ലേ പറഞ്ഞത് അല്ലേ. അപ്പോൾ എന്താ എക്സ് ഇൻറ്റു √3 വരും അല്ലേ. അപ്പോൾ ഹൈറ്റ് എന്താണ് √3 ആണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ കറക്റ്റായി എന്താണ് 3√3/2 ആണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്താണ് നേരത്തെ പറഞ്ഞ എന്താ, അതായത് ഈ മീഡിയം സൈസ് എന്ന് പറഞ്ഞാൽ √3 ഷോർട്ടസ്റ്റ് ലെങ്ത് എക്സ് ആണെങ്കിൽ മീഡിയം എന്തായിരിക്കും √3 ആയിരിക്കും എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഹൈറ്റ് എത്ര വരും, അപ്പോൾ √3 വരും. അപ്പോൾ എന്താണ് ആൻസർ 3√3/2 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഇതിപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് 2.60 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ്. √3യുടെ വാല്യൂ വെച്ച് നമുക്ക് നോക്കാം, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ജെയ്സലിന് തന്നെയാണ് പൈസ വരുന്നത്. നോക്കട്ടെ, 3 ഇൻറ്റു നോക്കട്ടെ കേട്ടോ, 2.59 അഥവാ അല്ലെങ്കിൽ 2.6. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ജെയ്സലിന് 100 രൂപ കിട്ടും. ജെയ്സലിന് 100 രൂപ കിട്ടാറായി. പക്ഷേ ജെയ്സൽ ഇതുവരെയും UPID പറഞ്ഞു തന്നിട്ടില്ല. ജെയ്സൽ UPID പറഞ്ഞു തന്നാൽ മാത്രമാണ് എന്ത് നമുക്ക് അതിനെ തരാൻ പറ്റുള്ളൂ, പൈസ തരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ജെയ്സൽ എന്ത് ചെയ്യുക, UPID പറയാം. ജെയ്സൽ ഫസ്റ്റ് ആൻസറിൻ്റെയും UPID പറഞ്ഞിട്ടില്ല, സെക്കൻഡ് UPID പറഞ്ഞിട്ടില്ല. ജെയ്സൽ എന്ത് ചെയ്യുക, UPID പറയാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അത് നിങ്ങൾ ചെയ്തിട്ട് ആൻസർ പറയാം. ഇതാണ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, വളരെ എളുപ്പമാണ്. അതായത് ഇവിടെ 90 വരും, അടുത്ത 45 ആണ്. വളരെ എളുപ്പമാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കാര്യം പറഞ്ഞോളൂ. അങ്ങനെയാണെങ്കിൽ ഷോർട്ടസ്റ്റ് സൈഡുകൾ ഏതൊക്കെയാണ്, ഇതുമാണ് ഷോർട്ടസ്റ്റ് സൈഡ് വരാം അല്ലേ. ഇതുമായിരിക്കും ഷോർട്ടസ്റ്റ് സൈഡ് വരാം. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ കണ്ടുപിടിച്ചിട്ട് ഇതിടാം. നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം, അടുത്ത ടൈപ്പിലേക്ക് നമുക്ക് പോവാം. ജെയ്സൽ ഇതുവരെ UPID പറഞ്ഞിട്ടില്ല. എന്തായാലും 3/4 മണിക്കൂറായി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. എന്തായാലും നമുക്ക് കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്, എന്നാൽ മാത്രമാണ് ഇത് അവസാനിപ്പിക്കുള്ളൂ. അത് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഓക്കെ, ഇനി നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് പഠിക്കാനുള്ളത്. എന്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ്. നമുക്ക് 6ഓളം ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈസ്റ്റു എന്നാണ് അതിന് അർത്ഥം വരുന്നത് അല്ലേ. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈസ്റ്റു ബൈ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്, ആദ്യം നമുക്കൊരു ട്രയാങ്കിൾ വരക്കാം. ഒരു ട്രയാങ്കിൾ നമുക്ക് വരക്കാം. ഓക്കെ, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പം ഞാൻ നേരത്തെ ചോദിച്ചതിന് ഉത്തരം ഞാൻ പറഞ്ഞു, സാറെന്താ എപ്പോഴും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരക്കണേ എന്നുള്ള ചോദ്യം ഞാൻ ആദ്യം ഉത്തരം ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ. എന്തായിരുന്നു കാരണം, നമ്മൾ മെയിനായിട്ടും ബേസിക് ലെവലാണ് ട്രിഗണോമെട്രിയുടെ പഠിക്കുന്നത്. ബേസിക് ലെവലിൽ ട്രിഗണോമെട്രിയുടെ പഠിക്കുന്ന സമയത്ത് നമുക്ക് സൈൻ, കോസ്, ടാൻ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് പഠിക്കാൻ പറ്റുള്ളൂ. കുറച്ചും കൂടി അഡ്വാൻസ് ലെവൽ ആകുമ്പോഴാണ് എന്ത് ചെയ്യണം, നമ്മൾ ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ മാറ്റിയിട്ട് നമ്മൾ അല്ലാത്ത ട്രയാങ്കിൾ വെക്കണം. അതിൽ ഞാൻ പറഞ്ഞു സൈൻ കോസൈൻ റൂളൊക്കെ വെച്ചിട്ടാണ് അതിന് A/sin A അങ്ങനെയൊക്കെ പറഞ്ഞാണ് നമ്മൾ ചെയ്യണം. നിങ്ങൾക്ക് അതിനൊന്നും ആവശ്യമില്ല. നിങ്ങളെപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇപ്പോൾ 10th ആയാലും +1 ആയാലും നമ്മൾ ഏകദേശം ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആൻസറുകൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഞാനൊരു ട്രയാങ്കിൾ എടുക്കുകയാണ്. അപ്പോൾ റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇതാണ് ഇത് C. അപ്പോൾ ABC എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കേസിൽ ഇവിടെ എത്ര ആംഗിളുകൾ ഉണ്ട്, ആംഗിൾ A ഉണ്ട്, ആംഗിൾ B ഉണ്ട്, ആംഗിൾ C ഉണ്ട്. നമുക്ക് ആക്ച്വലി ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പക്ഷേ ഇത് ആകെ ജെയ്സലാണ് എനിക്ക് ഉത്തരം പറഞ്ഞത്. പക്ഷെ ജെയ്സൽ ഇതുവരെയായിട്ടും എന്ത് ചെയ്തിട്ടില്ല, UPID പറഞ്ഞിട്ടില്ല. ജെയ്സൽ UPID പറഞ്ഞാൽ മാത്രമാണ് എനിക്ക് അതിനുള്ള പൈസ അയച്ചു തരാൻ പറ്റുള്ളൂ. ജെയ്സലിന് പൈസ വേണ്ടാന്ന് തോന്നുന്നു. കാരണം പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നാണോ,
പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ്, കറക്റ്റാണ്. പക്ഷേ പൈസയും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതിനനുസരിച്ച് പറയാം. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എ ഉണ്ട്, ബി ഉണ്ട്, സി, 3 ആംഗിളുകൾ ഉണ്ട്. നോക്കിയേ, ഈ 3 ആംഗിളിൽ നോക്കിയേ, നമ്മളിപ്പോൾ ട്രിഗണോമെട്രിക് റേഷ്യോ 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് പഠിക്കാൻ പോണത്. ഫസ്റ്റ് ആണ് സൈൻ. സൈൻ എന്താണ്? സൈൻ. ഇതിൽ ഞാൻ സൈൻ എ കൊടുക്കണം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ആംഗിൾ എ എടുക്കുകയാണ്. ആംഗിൾ ഏതെങ്കിലും ആംഗിൾ എടുക്കാം. ഈ ആംഗിൾ എത്രയാണെന്ന് നമുക്കറിയാം, 90 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലെ. ബാക്കിയുള്ള നമുക്ക് അറിയില്ല എത്രയാണെന്നുള്ളത് അല്ലെ. 90 ഡിഗ്രി ആണെങ്കിൽ എന്തും ആവാം, 45 ആവാം അല്ലെ, 60-30 ആവാം, അങ്ങനെ എന്തോ ആവാം. ഓക്കെ, നമുക്കിപ്പോൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന ഇപ്പോൾ 90 ഡിഗ്രി, ഇത് മാത്രം 90 ഡിഗ്രി അറിയുള്ളൂ. ഓക്കെ, ഈ ആംഗിളിന് അഡ്ജസെന്റ് നമുക്ക് 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. എന്താണ്? അഡ്ജസെന്റ് സൈഡ്. എന്താണ്? അഡ്ജസെന്റ് സൈഡ് ഉണ്ട്. പിന്നെന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്. എന്താണ്? അഡ്ജസെന്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും. പിന്നെ ബാക്കി വരുന്ന സൈഡ് ഏതാ? ഹൈപ്പോട്ടന്യൂസ്. അതാണ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഹൈപ്പോട്ടന്യൂസ് ആണ്. അതാണ് ഏറ്റവും ലെങ്ത് ആയിട്ടുള്ള, ഏറ്റവും ലെങ്തിയർ ആയിട്ടുള്ള സൈഡ്. അതറിയാലോ. ഓക്കെ, അപ്പോൾ ഇത് ഹൈപ്പോട്ടന്യൂസ് ആണെന്നറിയാം അല്ലേ, ഹൈപ്പോട്ടന്യൂസ് അല്ലെ, ഇത് ഹൈപ്പോട്ടന്യൂസ് ആണെന്നറിയാം അല്ലേ. ഈ ആംഗിൾ എക്ക് അഡ്ജസെന്റ് ആയിട്ട് കിടക്കുന്ന സൈഡിനാണ് നമ്മൾ ആംഗിൾ എയുടെ അഡ്ജസെന്റ് സൈഡ് എന്ന് പറയാം. ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന സൈഡിനാണ് നമ്മൾ എന്താ പറയാ, ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ എന്ന് പറയാം. ഇത്രേ ഉള്ളൂ, ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ സി എന്തായിരിക്കും? സി വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? സിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ആംഗിൾ, സി എന്ന് പറഞ്ഞ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന സൈഡാണ് എ ബി. അപ്പോൾ സിക്ക് ഓപ്പോസിറ്റ് ഏതാ? സൈഡ് എ ബി. അതാണ് ഓപ്പോസിറ്റ്. ഇനി സിക്ക് അടുത്ത് കിടക്കുന്ന സൈഡിനെ വിളിക്കുന്ന പേരാണ് ബി സി. അതാണ് ബി സി എന്ന് പറഞ്ഞ ആംഗിൾ സിയുടെ അഡ്ജസെന്റ് സൈഡ്. പറഞ്ഞാൽ മനസ്സിലായോ? ഇത്തരം മനസ്സിലാക്കിയാൽ മതി അല്ലേ. ഇനി നമുക്ക് എന്താ റേഷ്യോസിലേക്ക് നമുക്ക് പോവാം. എന്താണ് റേഷ്യോസ്? നോക്കിയേ, സൈൻ എ അല്ലെങ്കിൽ സൈൻ എക്സ്. ഇപ്പോൾ സൈൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ് അർത്ഥം. എന്താണ്? സൈൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ഓക്കെ. അതായത് സൈൻ എ എന്താണ്? ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ബി സി ആണ് അല്ലേ. ഹൈപ്പോട്ടന്യൂസ് എന്താ? എ സി ആണ്. അപ്പോൾ ബി സി ബൈ എ സി. എന്താണ്? ബി സി ബൈ എ സി ആണ് സൈൻ എ. സൈൻ എ എന്താ പറയാ? സൈൻ എ ഇസ് ഈക്വൽ ടു ബി സി ബൈ എ സി. സൈൻ എ എന്ന് പറഞ്ഞാൽ അത് ആംഗിൾ ആണ്. ആ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടിനെയും കൂടി ഡിവൈഡ് ചെയ്താൽ സൈൻ്റെ ആ ആംഗിളിൻ്റെ വാല്യൂ കിട്ടും. മനസ്സിലായോ? ഓക്കെ, അതെന്താ നമ്മൾ എന്തായാലും പഠിക്കും. ഓക്കെ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ജയ്സലിന് യു പി ഐ ഡി കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ യു പി ഐ ഡി കൊടുക്കാമെന്നാണ് പറയുന്നത്. നല്ല കാര്യമാണ്. പക്ഷേ ജയ്സൽ എന്തായാലും ജയ്സൽ നമ്പർ പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ സന്തോഷം ജയ്സൽ. പക്ഷേ നമ്പർ പറയണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇനിയിപ്പോൾ നമ്പറിൽ നിങ്ങൾക്ക് കോളൊക്കെ വരൂലേ, അപ്പോൾ പിന്നെ ഇവിടെ പറയരുത്. ഇവിടെ സാറിൻ്റെ നമ്പറാണ് പറയുന്നത്. മനസ്സിലായി? എന്തിലാവട്ടെ ജയ്സൽ നമ്പർ കുഴപ്പമില്ല. ഞാൻ ഇത് ക്യാഷ് ഒന്ന് പിടിച്ചു. എന്താ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പല്ലേ. ഓക്കെ, ഒരു കാര്യം ചെയ്യേ, എൻ്റെ നമ്പർ പറഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. ഒരു കാര്യം ചെയ്യേ, വേറൊരു നമ്പർ പറയാം. ജയ്സൽ അതിലേക്ക് അയച്ചാൽ മതി കേട്ടോ. മനസ്സിലായോ? ഓക്കെ, അതിലേക്ക് അയച്ചാൽ മതി. ഓക്കെ, അത് ജയ്സൽ ഇപ്പോൾ പൈസ ഇപ്പം സെറ്റ് ചെയ്യാം കേട്ടോ. ജയ്സലെ വേറെ നമ്പർ പറഞ്ഞാൽ നമ്പറിലേക്ക് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ സൈൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഞാൻ എങ്ങനെ അത് ഓർത്തിരിക്കുക? സൈൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സൈൻ അല്ലേ, SIGN. സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒപ്പിടാന്നാണ്. അപ്പോൾ ഞാൻ എങ്ങനെ അത് ഓർത്തിരിക്കും? ഓക്കെ, സൈൻ ഒപ്പോ. എന്താണ്? സൈൻ ഒപ്പോ. പറഞ്ഞ മനസ്സിലായി? ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് പറഞ്ഞ മലയാളം പറഞ്ഞ സൈൻ ഒപ്പോ എന്നാണ്. അതായത് ഒപ്പുന്നാണ്. അതായത്
ഓർത്തിരിക്കാനായിട്ട് സൈൻ ഒപ്പോ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൈൻ ഒപ്പോ എന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായി? അപ്പോൾ സൈൻ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾക്ക് ബാക്കിയുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് സൈൻ ഒന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ആക്ച്വലി മലയാളത്തിൽ ഒപ്പെന്നാണ് അല്ലേ? സൈൻ എന്ന് പറഞ്ഞാൽ ഒപ്പെന്നാണ് അതിനർത്ഥം. അപ്പോൾ ഉദ്ദേശിച്ചത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോടെന്യൂസ്. അത് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. യാതൊരു ബന്ധവുമില്ല, സൈൻ ഇതായിട്ട് ബന്ധമുണ്ട്, ഞാൻ ഇത് ആണ് പറഞ്ഞത്. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോടെന്യൂസ്. മനസ്സിലായോ? ഈ റേഷ്യോസ് എന്തിനാണ് പഠിക്കണമെന്ന് പറഞ്ഞാൽ അത് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻസർ ചെയ്താലാണ് മാർക്ക് കിട്ടുള്ളൂ അല്ലേ? മാർക്ക് കിട്ടിയാലാണ് ജോലി കിട്ടുള്ളൂ, ജോലി കിട്ടിയാലാണ് പൈസ കിട്ടുള്ളൂ, പൈസ കിട്ടിയാലാണ് എന്തിന് കഴിക്കാൻ പറ്റുള്ളൂ, കഴിച്ചാലാണ് നമ്മൾ ജീവിക്കുള്ളൂ അല്ലേ? മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് സൈൻ കഴിഞ്ഞാൽ അടുത്ത റേഷ്യോ ആണ് കോസൈൻ. കോസൈൻ എന്താണ്? അപ്പം നമ്മൾ ഓപ്പോസിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോടെന്യൂസ് ആണ്. എന്താണ്? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോടെന്യൂസ് ആണ്. ഓക്കെ, അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോടെന്യൂസ്. അഡ്ജസൻറ്റ് ഇതേതാ? എ ബി ആണ് അല്ലേ? എ ബി ബൈ ഹൈപ്പോടെന്യൂസ് എന്താണ്? എ സി ആണ്. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ കോസയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ മനസ്സിലായോ? അവോദ ഒഫീഷ്യലിലേക്ക് ഇട്ടിട്ടുണ്ട്. അഡ്ജസൻറ്റ് ബൈ, അതെ അഡ്ജസൻറ്റ് ബൈ. വെരി ഗുഡ്. ഇനി എന്താണ്? ഇനി ടാൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണെന്നറിയോ? ആക്ച്വലി ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ, അതായത് ടാൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എ ബൈ കോസെ എന്നാണ് അർത്ഥം. എന്താണ്? ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എ ബൈ കോസെ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, സൈൻ എന്താണ്? ബി സി ബൈ എ സി ഓൾ ഡിവൈഡഡ് ബൈ എ ബി ബൈ എ സി അല്ലേ? ഇത് നിങ്ങൾ തിരിച്ചിടുമ്പോൾ എന്താവും? ഇങ്ങനെ വരൂലേ? ബി സി ബൈ എ സി ഇൻറ്റു എ ബി, എ സി മുകളിലേക്ക് വരും. അപ്പോൾ എ സിയും കട്ടായി. അതായത് ബി സി ബൈ എ ബി അതായത് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണെന്നാണ് പറഞ്ഞു വരുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ കോസ് തീറ്റ അല്ല, ടാൻ എ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അതായത് ആക്ച്വലി നിങ്ങൾ സൈൻ എന്താണെന്ന് മാത്രം ഓർത്താൽ മതി, ബാക്കിയുള്ളത് നിങ്ങൾക്ക് കിട്ടും. സൈൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സൈൻ എന്ന് പറഞ്ഞാൽ ഒപ്പാണ്, എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അത് കിട്ടിയാൽ കോസ് കണ്ടുപിടിക്കാം. കോസ് എങ്ങനെയാണ്? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോടെന്യൂസ് ആണ്. ടാൻ എങ്ങനെയാണ്? കോസ് ബൈ സൈൻ ബൈ കോസ് ആണ്, അതായത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഇന്നത്തെ ഇതിനുള്ളത് കഴിഞ്ഞിട്ടില്ല. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. എന്തായാലും 9 ഓക്കെ. ജെയ്സൽ അല്ലേ? ആക്ച്വലി നമ്മൾ ജെയ്സലിന് നമുക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലേ? കാരണം ജെയ്സൽ 2 എണ്ണത്തിന് ഉത്തരം പറഞ്ഞായിരുന്നു. അപ്പോൾ ജെയ്സൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? പറഞ്ഞാൽ നമ്മളൊരു നമ്പർ പിൻ ചെയ്തിട്ടുണ്ട്. അത് ഗൂഗിൾ പേയിൽ ഒരു ഹായ് ഇടാം. മനസ്സിലായോ? ജെയ്സലിൻ്റെ നമ്പറിൽ നിന്ന് ആ നമ്പറിൻ്റെ ഗൂഗിൾ പേയിലേക്ക് ഒരു ഹായ് ഇടാം. പൈസ ഇതേ വരും. പൈസ 100 രൂപയാണ്. കാരണം ജെയ്സലിനാണ് 100 രൂപ അടിച്ചാണ്. കാരണം ഇത്രയും എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ആളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈവിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുപോയിരിക്കുന്ന ആളെന്ന് തോന്നണം അല്ലേ? ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഇട്ടിട്ടുണ്ട്, പിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹായ് ഇട്ടാൽ അതിലേക്ക് പൈസ വരും. പൈസ വരും. ഞാൻ ജെയ്സലിന് പൈസ കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ ലൈവ് അവസാനിപ്പിക്കുള്ളൂ. മനസ്സിലായോ? ഞാനതിങ്ങനെ കാണിക്കും ജെയ്സലിന് കിട്ടിയത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ആ നമ്പർ ഇതിലേക്ക് പറഞ്ഞോ, ഞാൻ അതിലേക്ക് അയച്ചുതരാം. എൻ്റെ ക്യാഷ് ജെയ്സലിന് കിട്ടും. ജെയ്സലെ ഉഷാറായിരുന്നോ? ഇന്നെന്തായാലും ജെയ്സൽ വളരെ ചെറിയ ഉത്തരവ് പറഞ്ഞു അല്ലേ? പണിയെടുക്കാൻ വയ്യ. ആരൊന്ന് മെസ്സേജ് കണ്ട് പണിയെടുക്കാൻ വയ്യാത്ത ആളാ, സഹായിക്കും. നാളെ വരുമ്പോൾ പഠിച്ചിട്ട് വരാം. തപസ്, ഓ മൈ ഗോഡ്, തപസ് കൃഷ്ണ വീണ്ടും വന്നേക്കണേണ്. തപസ് കൃഷ്ണ മിസ്സായി പോയി. കാരണം 7 മണിക്ക് വരണ്ടേ? കാരണം ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മളിത് അവസാനിപ്പിക്കാറായി ലൈവ്. 7 മണിക്കൊക്കെ വന്നിരുന്നെങ്കിൽ പൈസ വാരിക്കൊണ്ട് വരുന്നില്ല. അതേ ഇപ്പോൾ ജെയ്സൽ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരൻ പൈസ എടുത്തുകൊണ്ടുപോയി. അവൻ 100 രൂപ കിട്ടി. മനസ്സിലായോ? കാരണം വളരെ എളുപ്പമുള്ള ആൻസർ ആണ് പറഞ്ഞിരുന്നത്. ഓക്കെ, നമ്മൾ ഇതിലേക്ക് വരാം. ഇതൊക്കെ അറിയാമായിരിക്കുമല്ലോ.
തപസ്സിനെ അറിയാമായിരിക്കുമല്ലോ, തപസ് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാലേ ഈ തവണ എക്സാം എഴുതിയതല്ലേ. ഓക്കെ, അപ്പോൾ സൈൻ കോസ് ടാൻ കഴിഞ്ഞു. ഇനി എന്താണ്, നമുക്ക് കൊസീക്ക് നോക്കാം. എന്താണ് ഇനി നമുക്ക് കൊസീക്കിൻ്റെ കേസ് നോക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ചാപ്റ്റർ അവസാനിക്കും. ഓക്കെ, ഓക്കെ, നമുക്ക് ഇനി അടുത്തതിലേക്ക് പോകാം. ഇനി എന്താണ് കൊസീക്ക് അല്ലേ, കൊസീക്ക് എ. ഇനിയുള്ളതാണ് കൊസീക്ക് എ ഉണ്ട്, പിന്നെന്താ സീക്ക് എ ഉണ്ട്, പിന്നെന്താ കോട്ട് എ ഉണ്ട്. എന്താ കൊസീക്ക് എ ഉണ്ട്, സീക്ക് എ ഉണ്ട്, കോട്ട്. ഇത് കൊസീക്ക് എ എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1/sin a എന്നാണ്. എന്താണ് 1/sin a എന്നാണ്. അപ്പോൾ സൈൻ എന്തായിരുന്നു, സൈൻ എന്തായിരുന്നു BC/AC അല്ലേ. അങ്ങനെയാണെങ്കിൽ BC/AC അല്ലേ. അപ്പം ഞാൻ വെറുതെ എഴുതി തരാം, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ തലയിരിച്ചാൽ മതി കേട്ടോ. BC/AC അല്ലേ അല്ലേ. അപ്പം ഇതെന്ത് വരും, AC/BC എന്ന് വരൂലേ, AC/BC എന്ന് വരൂലേ. AC/BC എന്താ, AC/BC ആണ് സൈനയുടെ ഇൻവേഴ്സ് അല്ല, സൈനെ തലതിരിച്ചാണ് AC/BC അല്ലേ. അപ്പോൾ ജയ്സലിന് 100 രൂപ അയക്കുന്ന ആ മഹാമുഹൂർത്ത നിമിഷത്തിലാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ജയ്സലിന് ഞാനിതാ 100 രൂപ അയച്ചിരിക്കുന്നു. ജയ്സലിന് സന്തോഷം എന്ന് ഞാൻ വിചാരിക്കുന്നു. ദേ കണ്ടോ, ഞാൻ തെളിവാണ്, ഞങ്ങൾക്ക് വേണ്ടി തെളിവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഇനിയിപ്പോൾ തെളിവിനൊരു കുറവ് വേണ്ട അല്ലേ. ഓക്കെ അല്ലേ, നോക്ക് ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ. ജയ്സലിനാണ് അയച്ചു കൊടുക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരാൾക്ക് ഞാൻ ഇങ്ങനെ സൂം ചെയ്ത് കൊടുക്കുന്നത്. കാരണം അതെനിക്ക് സന്തോഷമായിട്ടാണ്. കാരണം ഇന്ന് ആകെ പുള്ളിയാണ് ജയ്സലാണ് പറഞ്ഞേക്കുന്നത്. ജയ്സൽ രണ്ട് ഇതിനും കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. ഇനി അപ്പോൾ നമ്മൾ എന്താണ് കൊസീക്ക് നോക്കി. ഇനിയുള്ളതാണ് സീക്ക്. സീക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, സീക്ക് എന്ന് പറഞ്ഞാൽ 1/cos a എന്നാണ്. 1/cos a. അപ്പം എന്താണ് കോസ് എ, 1/cos a എന്നാണ്. നിങ്ങൾ നോക്കിയേ എന്താണ് കോസ് എ. കോസ് എന്ന് പറഞ്ഞാൽ AB/AC ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ AC/AB ആയിരിക്കും. എന്താണ് AC/AB ആണ്, AC/AB ആണ്. ഇനി എന്താണ് കോട്ടെ. കോട്ടെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി പല ഡെഫിനിഷനും നിങ്ങൾക്ക് കൊടുക്കാം. എന്ത് പറയാം, 1/tan a എന്ന് പറയാം, അല്ലെങ്കിൽ cos a/sin a എന്ന് പറയാം അല്ലേ. cos a എന്ന് പറഞ്ഞാൽ cos a/sin a എന്ന് പറയാം. അപ്പോൾ എന്താണ് 1/tan a. ടാൻ എന്തായിരുന്നു, tan a എന്തായിരുന്നു, ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻ്റ് അല്ലേ. ഇവിടെ അഡ്ജസ്റ്റൻ്റ് ബൈ ഓപ്പോസിറ്റ് വരും. നമ്മൾ നേരത്തെ tan a എഴുതിയായിരുന്നു കണ്ടോ, ഇതായിരുന്നു tan a അല്ലേ. അപ്പോൾ എന്ത് വരും, AB/BC എന്ന് വരും. അപ്പോൾ എന്ത് വരും, AB/BC അല്ലേ, AB/BC. മനസ്സിലായോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആക്ച്വലി നിങ്ങളുടെ ഈ ചാപ്റ്ററിൽ കാര്യങ്ങൾ. എന്തായാലും ജയ്സൽ കിട്ടിയെന്ന് ഒന്ന് മെസ്സേജ് ഇടണം കേട്ടോ. എനിക്ക് കിട്ടി സാർ, ഞാൻ ഹാപ്പിയാണ്, ഞാൻ അതുകൊണ്ട് എന്തെങ്കിലും അടിച്ചു പൊളിക്കാൻ പോണേന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് ഇടണം. മനസ്സിലായോ ജയ്സൽ? ഓക്കെ. നമുക്ക് ഇനി ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ഇത്രയാണ് ആക്ച്വലി ട്രിഗണോമെട്രിയുടെ ഒരു എന്താ പറയുക, പകുതി ഭാഗം ഏകദേശം കഴിഞ്ഞെന്ന് പറയാം. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ കൂടി ചെയ്താൽ നിങ്ങൾക്ക് എന്തെയും അത് തീർക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ കൂടി ചെയ്താൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വരും. എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇതിൽ നിന്നും ഇപ്പോൾ തപസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. തപസ്സെ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ തപസ്സിനുള്ളത് കിട്ടും. മനസ്സിലായോ? ഓക്കെ, തപസ്സിനുള്ളത് കിട്ടും. ഇതൊന്ന് കണ്ടുപിടിച്ചേ. ആൻസർ എന്തായിരിക്കും? നമുക്ക് പല രീതിയിൽ കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വഴി കണ്ടുപിടിക്കാം. പക്ഷേ ഇപ്പം നിങ്ങൾ ഈ സൈനും കോസും ടാനൊക്കെ പഠിച്ചുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അപ്പോൾ ഇതൊന്ന് കണ്ടുപിടിച്ചേ. ഇത് കണ്ടുപിടിക്കുന്നവർക്ക് 50 രൂപയുണ്ട്. ഇത് കണ്ടുപിടിക്കുന്നവർക്ക് 50 രൂപയുണ്ട്. ഇത് കണ്ടുപിടിക്കുന്നവർക്ക് പ്രോത്സാഹനം, എൻ്റെ വക പ്രോത്സാഹനം 50 രൂപ. ഓക്കെ, നിങ്ങൾക്ക് ഒരു 8 മണിയായി, ലൈവ് അവസാനിപ്പിക്കാറുള്ള ടൈമായി. എന്നാലും ഇതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. AC എന്ന് പറഞ്ഞാൽ ACയുടെ ലെങ്ത് എത്രയെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് അല്ലേ. ACയുടെ ലെങ്ത് എത്രയെന്നാണ് കണ്ടുപിടിക്കുമോ? പക്ഷേ ഞാൻ ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. അതുകൂടി പറഞ്ഞാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ആവട്ടെ, എന്നാലും നിങ്ങൾക്ക് അതായത് sin 0 to 90 ഡിഗ്രി എന്താണ് സൈൻ, അതുപോലെ തന്നെ എല്ലാ ആംഗിളുകളുടെയും എല്ലാ റേഷ്യോകളുടെയും 0 to 90 ഡിഗ്രിയുടെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ആ ബോക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതുണ്ടെങ്കിലാണ് ആക്ച്വലി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞില്ല. ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്തായിരുന്നു ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? അത് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാമല്ലോ. നോക്കിയേ, ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ നോക്കിയേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതല്ലേ ആണെങ്കിൽ ഷോർട്ടർ സൈഡ് ലോങ്ങർ സൈഡിൻ്റെ both the shorter side have the same length and the
ലെങ്ത് ഓഫ് ദ ലോങ്ങസ്റ്റ് സൈഡ് ഇസ് ദ ഷോർട്ടസ്റ്റ് സൈഡിൻ്റെ റൂട്ട് 2 ടൈംസ് ആയിരിക്കും. എന്തായിരിക്കും അതിന് അർത്ഥം നോക്കാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാം. നോക്കിയേ, ഇതാണല്ലോ ലോങ്ങസ്റ്റ് സൈഡ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കുക. ഷോർട്ടസ്റ്റ് സൈഡ് ഇതല്ലേ 90 45, ബാക്കി എന്തായിരിക്കും? 45 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണ്? 10 അല്ലേ? കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കുന്നത് എന്താണ്? എ സി ആണ്. എ സി ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പൈത്തഗോറസ് തിയറം വെച്ച് കണ്ടുപിടിക്കാം അല്ലേ? എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ അല്ലേ? അങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. എന്താണ്? എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ അങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൻ്റെ റൂട്ട് 2 ടൈംസ് ആയിരിക്കും. മനസ്സിലായോ? ഇതിൻ്റെ റൂട്ട് 2 ടൈംസ് ആയിരിക്കും. മനസ്സിലായോ? അതാണ്. അപ്പോൾ ആൻസർ എന്താണ്? 2√10 ആണ് ആൻസർ. മനസ്സിലായോ? 2√10 ആണ്. അപ്പോൾ ഏകദേശം ആരും ഉത്തരം പറഞ്ഞില്ല. നമുക്ക് ചെറിയ ലാഗ് ഉണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആരും ഉത്തരം പറഞ്ഞില്ല. എന്തായാലും നമുക്കറിയാലോ. മനസ്സിലായോ? ഇനിയിപ്പോൾ ആരും ഉത്തരം പറഞ്ഞില്ല. ഉത്തരം പറഞ്ഞവർക്ക് കൊടുക്കാനുമില്ല. അപ്പോൾ ഒന്നും നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട്. ഇനിയിപ്പോൾ പൈത്തഗോറസ് തിയറം വെച്ചിട്ട് നോക്കിയേ. പൈത്തഗോറസ് തിയറം എന്താ? എ സി സ്ക്വയർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. എ ബി സ്ക്വയർ എന്താ? 10 സ്ക്വയർ അല്ലേ? 10 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ. 10 സ്ക്വയർ എന്താ? 100 ആണ്. 100 പ്ലസ് 100 200 ആണ് അല്ലേ? അപ്പോൾ 200 അല്ലേ? 200. ഇനി എ സി എന്തായിരിക്കും? റൂട്ട് ഓഫ് 200 ആണ്. റൂട്ട് ഓഫ് 200 എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 100 അല്ലേ? റൂട്ട് 100 എന്താണ്? 10 ആണ്. അങ്ങനെ കണ്ടുപിടിക്കാം. 10 റൂട്ട് 2 അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടും 10 റൂട്ട് 2 എന്ന് കണ്ടുപിടിക്കാം. മനസ്സിലായോ? ആരും ഉത്തരം പറഞ്ഞില്ല. എന്തായാലും ഈ ലൈവിൽ ഉത്തരം പറഞ്ഞ ജെയ്സലാണ്. ജെയ്സലിന് എന്തായാലും വാരിക്കോരി സാറ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കിനി അടുത്ത ലൈവ് നെക്സ്റ്റ് ഡേ ആയിരിക്കും. ആ നെക്സ്റ്റ് ഡേയിൽ നമുക്ക് എന്ത് ചെയ്യാം? ട്രിഗണോമെട്രി ഏകദേശം തീർക്കാം. അതിനെന്ത് ചെയ്യാം? ഇനിയിപ്പോൾ അടുത്ത ലൈവിൽ നമ്മൾ മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ട്രിഗണോമെട്രിയുടെ. അത് നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ. എന്തായാലും ഇത് ലാസ്റ്റിന് ഉത്തരം പറയുമെന്ന് വിചാരിച്ചു. പക്ഷേ ആരും ഉത്തരം പറഞ്ഞില്ല. കുഴപ്പമില്ല. അടുത്ത ലൈവിന് എന്ത് ചെയ്യാം? നമുക്ക് സെറ്റ് ചെയ്യാം. എന്തായാലും ഇപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. കാരണം ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇനി വരാനുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾ സയൻസ് ആണ് എടുക്കണമെങ്കിൽ ആവശ്യമുള്ളതാണ്. മനസ്സിലായോ? എന്തായാലും അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇന്നത്തെ ക്ലാസ് 1 മണിക്കൂർ ലൈവായിരുന്നു. ആ 1 മണിക്കൂർ ഇരുന്നവരുണ്ട്, ഫുൾ ഇരുന്നവരുണ്ട്. താങ്ക് യു. ഓക്കെ, ബൈ.